സാംസങ് ഗാലക്സി നോട്ട് 10 ലൈറ്റ്. സാംസങ്ങിൻ്റെ ഗാലക്സി നോട്ട് 10ൻ്റെ ഒരു ലൈറ്റ് വേർഷനാണ് സാംസങ് ഗാലക്സി നോട്ട് 10 ലൈറ്റ് എന്ന് പറയുന്നത്. സാംസങ് ഗാലക്സി നോട്ട് 10ൻ്റെ ഒരു പ്രത്യേകത എല്ലാവർക്കും അറിയാം. എസ് പെൻ നമുക്ക് കൂടെ കിട്ടും. എസ് പെൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ എഴുതുകയും ചെയ്യാം, പടം വരയ്ക്കുകയും ചെയ്യാം, അതിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എസ് പെൻ വെച്ചിട്ട്. എസ് പെന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാംസങ് ഗാലക്സി നോട്ട് 10 ലൈറ്റ് എന്ന് പറയുന്ന വേർഷൻ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് വിലയും കുറവാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 28,000 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. സാംസങ് ഗാലക്സി നോട്ട് 10 കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വില കുറവാണ്. ഫോണിൻ്റെ സൈസ് വരുന്നത് 6.7 ഇഞ്ചാണ്. ഫോൺ ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ല ഹെവി ബിൽഡ് ക്വാളിറ്റിയാണ്. ഫോൺ പ്ലാസ്റ്റിക്കാണ് വരുന്നതെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഹെവി ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു സോളിഡ് ഫോൺ പിടിക്കുന്നൊരു ഫീലൊക്കെ ഉണ്ട്. സിം എജക്റ്റ് ചെയ്യാനുള്ള ടൂൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേപ്പർ വർക്ക്സും ഉണ്ട്. പിന്നെ ഫോണിൻ്റെ നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് കവറും വരുന്നുണ്ട്. ഫോണിൽ നമുക്ക് ബാറ്ററി വരുന്നത് 4500 mAh ആണ്. അതുപോലെ തന്നെ ഫോണിൻ്റെ ചാർജർ വരുന്നത് 25 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഹെഡ്ഫോൺ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കമ്പനി നമുക്ക് ഹെഡ്ഫോണൊന്നും തരുന്നില്ല, പക്ഷേ ഈ ഒരു ഹെഡ്ഫോൺ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സൂപ്പർ ഹെഡ്ഫോണാണ്. അതുപോലെ തന്നെ നമുക്ക് ഡാറ്റാ സിങ്കിനും ചാർജിങ്ങിനുള്ള കേബിളാണ്. ഒരു കാര്യം പറയാൻ വയ്യ, സാംസങ്ങിൻ്റെ പാക്കിംഗ് ഒക്കെ സൂപ്പറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള USB-യുടെ Type-C കേബിളാണ് വരുന്നത്. വേറെ നമുക്ക് എസ് പെന്നിൻ്റെ ടിപ്പാണ് വരുന്നത് അഡീഷണൽ. നമുക്ക് 2 അഡീഷണൽ വരുന്നുണ്ട്. പോയി കഴിഞ്ഞാൽ അഡീഷണൽ നമുക്ക് മാറിയിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാംസങ് ഗാലക്സി നോട്ട് 10 ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. ഫോൺ പിടിക്കുമ്പോൾ കുറച്ച് വലുതാണ്, കുറച്ച് വീതി കൂടിയ ഫോണാണെന്ന് പറയാം. നമുക്കൊരു സിംഗിൾ ഹാൻഡ് യൂസിനൊക്കെ വലിയ പാടായിരിക്കും. കുറച്ച് വലിപ്പമുള്ള ഫോണാണ്. ഹൈ കവറങ്ങ് പിടിച്ചേക്കാം. ഫോണിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലോസി ഫിനിഷാണ്. കാണാൻ നല്ല സ്റ്റൈലിഷ് ലുക്കുമാണ് ഈ കളർ. പക്ഷേ നമുക്ക് നല്ല ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റും ആണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കവർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കവർ യൂസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ച് വൃത്തികേടായിരിക്കും ഫോൺ. ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. അതുപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ഡിസ്പ്ലേ ആണ്. നമുക്ക് വ്യൂയിങ് ആംഗിൾസ് ഒന്നും ഒരു കുഴപ്പമില്ല. ഞാൻ ഈ വീഡിയോ ഔട്ട്ഡോറിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രണ്ട് മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ നേരിട്ട് കാണാനായിട്ട് ഡിസ്പ്ലേ സൂപ്പറാണ്. നമുക്ക് ഈ ഫോണിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ തീരെ നൈസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗ്ലാസ് കൈ പിടിച്ചൊരു ഫീലേ ഉള്ളൂ. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 MP ആണ്. ഈ ഫോണിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഈ എസ് പെൻ ആണ്. അപ്പോൾ നമ്മൾ എസ് പെൻ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എസ് പെൻ വെച്ച് നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ഡ്രോയിങ്സ് വരയ്ക്കാം, അതുപോലെ തന്നെ നമുക്ക് നോട്ട് എഴുതാം, ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എസ് പെൻ വെച്ച് എന്തൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളതിനെ പറ്റി വേണമെങ്കിൽ ഒരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എസ് പെന്നിനെ പറ്റി കൂടുതൽ അറിയാനുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. കാര്യം പറഞ്ഞ് എസ് പെന്നും വെച്ചിരുന്ന് നമുക്ക് സമയം പോകണം അറിയില്ല. ഫോണിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Android 11 ആണ് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ 1 UI നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 UI 3.1 ആണ് വരുന്നത്. ലേറ്റസ്റ്റ് വേർഷനാണ് വരുന്നത്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അതത്ര ഫാസ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സാധാരണ ഫിംഗർ പ്രിൻറ്റ് സ്കാനറുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് സ്ലോ ആണെന്ന് പറയാം. പക്ഷേ കുറച്ച് ആക്യുറേറ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. 100% നമുക്ക് വർക്ക് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് അൺലോക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് അൺലോക്ക് അത്ര ഫാസ്റ്റ് ഒന്നുമില്ല. നമുക്ക് സാധാരണ ഫോണുകൾ എടുക്കുന്ന അപേക്ഷിച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് 1 സെക്കൻഡ് കൂടുതൽ എടുക്കുന്നുണ്ട് ഓണാകാനായിട്ട്. ഫോണിൻ്റെ സിം ഡ്രോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും, അല്ലാന്നുണ്ടെങ്കിൽ 2 സിം യൂസ് ചെയ്യാം. പ്രോസസ്സർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിൻ്റെ 9810 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ് വരുന്നത്. അത്യാവശ്യം കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സറാണ്. നമുക്ക് ഹെവി ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, യാതൊരു പ്രശ്നവുമില്ല. ഇനി നിങ്ങളൊരു ഹെവി ഗെയിമർ ആണെങ്കിലും പ്രശ്നമില്ല, അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ നടക്കും. നോർമൽ യൂസേജിൽ യാതൊരു ലാഗോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു ആപ്പിൽ നിന്ന് വേറെ ആപ്പിലോട്ട് പോകുന്ന സമയത്തൊന്നും യാതൊരു ലാഗോ കാര്യങ്ങളൊന്നുമില്ല. ഇനി ഗെയിം കളിക്കുന്ന സമയത്തായിക്കോട്ടെ അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട്. യാതൊരു ഹീറ്റിങ്ങോ ഇഷ്യൂസോ അങ്ങനെ ഒന്നുമില്ല. ചില ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് നമുക്ക് അൺഇൻസ്റ്റാൾ കളയാൻ പറ്റിയില്ല. നമുക്കത് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ അൺഇൻസ്റ്റാൾ കളയാൻ പറ്റിയില്ല. അതൊരു ഡ്രോബാക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ബാക്ക് സൈഡിൽ വരുന്ന 3 ക്യാമറകളാണ്. 12 MP വരുന്ന മെയിൻ ക്യാമറയും, അതുപോലെ തന്നെ 12 MP തന്നെ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും, പിന്നെ 12 MP വരുന്ന ടെലസ്കോപ്പിക് ലെൻസുമാണ് വരുന്നത്. ടെലസ്കോപ്പിക് ലെൻസ് വെച്ചാൽ നമുക്ക് ഫോട്ടോ സൂം ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ക്യാമറ. ഫോണിൻ്റെ ക്യാമറയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ടെലസ്കോപ്പിക് ലെൻസാണ്. ഇതിപ്പോൾ ഒരു നോർമൽ ഷോട്ടാണ്. ഇതിൻ്റെ ടെലസ്കോപ്പിക് ലെൻസ് ഉപയോഗിച്ച് സൂം ചെയ്തെടുത്ത ഫോട്ടോയാണിത്. 10x സൂമിലെടുത്ത ഫോട്ടോയാണിത്. ഈ ഫോട്ടോയാണ് ഇത്. 10x സൂമിൽ ഫോട്ടോ സൂം ചെയ്തെടുത്ത ഫോട്ടോയാണിത്. 10x എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. നമുക്ക് ക്യാമറയുടെ ക്വാളിറ്റി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി. ഈ ഫോട്ടോയിൽ എന്തോരം ഡീറ്റെയിൽസ് ഉണ്ടെന്ന് നോക്കിയോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ആണ് കിട്ടുന്നത്. കണ്ടോ? ക്യാമറ ലക്ഷ്യം വെച്ചാണ് നിങ്ങളൊരു ഫോൺ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 30,000 രൂപ താഴെ ഇതിലും മികച്ച ക്യാമറയുള്ള ഒരു ഫോൺ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ സെൽഫി ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൽഫി ക്യാമറ നല്ല സൂപ്പർ ക്യാമറയാണ്. നമുക്ക് സൂം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്. ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്ക് ക്യാമറ ആയിക്കോട്ടെ നമുക്ക് പോർട്രേറ്റ് ഷോട്ടൊക്കെ വെടിക്കെട്ടാണ്. സൂപ്പറാണെന്ന് തന്നെ പറയാം. ക്യാമറയുടെ അടുത്ത് ഒരു രക്ഷയില്ല. നമുക്ക് 10ൽ 10 മാർക്കും കൊടുക്കുക. അത്രയ്ക്ക് സൂപ്പർ ക്യാമറയാണ് വരുന്നത്.
ഫോണിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് എടുത്തു പറയേണ്ട ആദ്യത്തെ പോസിറ്റീവ്. സൂപ്പർ ഡിസ്പ്ലേ ആണ്, നമുക്ക് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് നമുക്ക് വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഈ ഫോണിനകത്ത് റാം മാനേജ്മെൻ്റ് ആണ്. സാധാരണ സാംസങ് ഫോണിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് റാം മാനേജ്മെൻറ്റ്. നമ്മളൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ മെമ്മറി പോലും കാണില്ല. പക്ഷേ ഈ ഫോണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ഒരു 8-10 ആപ്ലിക്കേഷൻ ഒരുമിച്ച് ഓപ്പൺ ചെയ്താലും എല്ലാ ആപ്ലിക്കേഷൻ നമുക്ക് മെമ്മറിയിലുണ്ടാവും. നല്ല റാം മാനേജ്മെൻ്റ് ഒക്കെ സൂപ്പറാണ്. അത് 1UI പ്രത്യേകതയാണ്. സാംസങ്ങിൽ 1UI വന്നേ പിന്നെയാണ് സാംസങ്ങിൻ്റെ റാം മാനേജ്മെൻ്റ് ഒക്കെ ഇത്ര സൂപ്പറായത്. പിന്നെ ഫോണിൻ്റെ പോസിറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ് 4500 mAh ബാറ്ററി വരുന്നത്. ഏകദേശം എനിക്കൊരു 6 തൊട്ട് 7 മണിക്കൂർ വരെ സ്ക്രീൻ ഓണിൻ്റെ കിട്ടുന്നുണ്ട്. അതുപോലെ ഫാസ്റ്റ് ചാർജ് നമുക്ക് 25 വാട്ടിന് ഫാസ്റ്റ് ചാർജാണ് വരുന്നത്. ചാർജിങ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് ഫോൺ ഫുള്ളി ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോണിൻ്റെ ഒരു പോസിറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട കാര്യം അതിനകത്ത് ക്യാമറയാണ്. ഒരു രക്ഷയില്ലാത്ത ക്യാമറയാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചില്ല, അതായത് ഒരു 30,000 രൂപ താഴെ ഇതിലും മികച്ച ക്യാമറയുള്ള ഫോൺ വേറെ ഇല്ല. ഇതിലും മികച്ച ക്യാമറ കിട്ടണമെന്നുണ്ടെങ്കിൽ 32,000 രൂപ മുടക്കി നമുക്ക് Pixel 4 എടുക്കണം. പിന്നെ ഫോണിൻ്റെ നെഗറ്റീവ് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഫോണിൽ ഒരേ ഒരു നെഗറ്റീവ് ഫീൽ ആയുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സ്പീക്കറാണ്. സ്പീക്കറിൻ്റെ സൗണ്ട് വളരെ മോശമാണ്. അതുപോലെ സൗണ്ട് ക്വാളിറ്റി അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് ഒരു 30,000 താഴെ, അതായത് ഒരു 28,000 രൂപയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഫോൺ മേടിക്കാം. ആ 28,000 രൂപയ്ക്കുള്ള മുതൽ ഇതുണ്ട്. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ സൂപ്പർ ക്യാമറയാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഏറ്റവും നല്ല ക്യാമറയാണ്. S Penനിലുള്ള ഫീച്ചേഴ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു 30,000 രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% കൺസിഡർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വേറെ ഫോണിൻ്റെ റിവ്യൂ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.